السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. നാം എപ്പോഴും സംശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളായി തീരണം. ഹൃദയം നന്നാവുക എന്നുള്ളത് ഏറ്റവും വലിയ തൗഫീഖാണ്. ഹൃദയം നന്നായി കഴിഞ്ഞാൽ അവനക്ക് ഇരുലോകത്തും വിജയിക്കാൻ അത് കാരണമായി തീരും. എല്ലാവരോടും നല്ല സ്വഭാവത്തോടെ നല്ല പെരുമാറ്റത്തോടുകൂടെ ജീവിക്കാൻ കഴിഞ്ഞാൽ അവന് ഭൗതികമായ ലോകത്ത് എല്ലാവരും പ്രശംസിക്കപ്പെടും. എന്നാൽ ആഖിറത്തിലോ അവിടെയും അവനക്ക് രക്ഷയാണ് ഉണ്ടാവുക. നേരം മറിച്ച് ഹൃദയമാകുന്ന ആ നമ്മെ നിയന്ത്രിക്കുന്ന വസ്തു അതെങ്ങാനും കേടായിപ്പോയി അതിൽ അഹങ്കാരവും അസൂയയും മറ്റുള്ളവരോടുള്ള പകയുമൊക്കെയാണുള്ളെങ്കിൽ അവൻ ഇരുലോകത്തും പരാജിതരിൽ പെട്ടുപോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരിക്കലും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിലേക്കല്ല നോക്കുന്നത്, അതിൻ്റെ ഭംഗിയിലേക്കല്ല നോക്കുന്നത്. ചെറിയവനാണോ വലിയവനാണോ കറുത്തവനാണോ വെളുത്തവനാണോ ഉന്നത തറവാട്ടുകാരനാണോ അല്ലയോ, ഇതൊന്നും അള്ളാഹുവിൻ്റെ നോട്ടമില്ല. അതല്ലെങ്കിൽ എത്രമാത്രം സമ്പത്തിൻ്റെ ഉടമയാണ്, അതൊന്നും അള്ളാഹു നോക്കുന്നില്ല. എത്രമാത്രം ഏക്കർ കണക്കിന് സ്ഥലമുണ്ടോ, വലിയ വലിയ കമ്പനികൾ നടത്തുന്ന ആളാണോ, വലിയ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളാണോ, വലിയ കൃഷിക്കാരനാണോ, ഇങ്ങനെ സമ്പത്തിൻ്റെ ഉടമസ്ഥനാണോ എന്നും അള്ളാഹുവിൻ്റെ നോട്ടമേ അല്ല. അള്ളാഹുവിൻ്റെ നോട്ടം, കാരുണ്യവാനായ റബ്ബിൻ്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയം ശുദ്ധിയായവൻ അവനിക്കാണുള്ള രക്ഷ. ഖുർആൻ പറഞ്ഞല്ലോ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നാളെ വരുമ്പോൾ കൊണ്ടുവരപ്പെടുമ്പോൾ അവിടെ രക്ഷപ്പെടുന്നവൻ ആരാണ്? സംശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് മാത്രമേ റബ്ബിൻ്റെ മുമ്പിൽ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയതായി കാണാൻ കഴിയും. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അംവാലിക്കും. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്ക് അവൻ നോക്കുന്നില്ല. അതുപോലെ നിങ്ങൾ സമ്പത്തിലേക്ക്, നിങ്ങൾ വലിയ ധനാഢ്യനാണോ അല്ലയോ, വലിയ പണക്കാരനാണോ അല്ലയോ, അതല്ലെങ്കിൽ നിങ്ങൾ നല്ല ഭംഗിയുള്ള ആളാണോ അല്ലയോ, ഇതൊന്നും അല്ലാഹുവിൻ്റെ നോട്ടമേ അല്ല. ഇന്നമായ യൻദുറു, നിശ്ചയമായും അല്ലാഹു നോക്കുന്നത് ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. ഹൃദയത്തിൽ ശുദ്ധിയുണ്ടോ, ആ ഹൃദയത്തിൽ ആരോടും വിദ്വേഷമില്ല, ആരോടും വൈരാഗ്യമില്ല, ഖിബ്റില്ല, ഹസദില്ല, റിയാ ഇല്ല, ഉജുബില്ല, അങ്ങനെ തുടങ്ങി നല്ല മനസ്സിൻ്റെ ഉടമയാണ്. വിനയവും തഖ്വയുമാണ് അവൻ്റെ ഹൃദയത്തിലുള്ളതെങ്കിൽ, ചെയ്യുന്ന അമലുകളിൽ ഇഖ്ലാസാണ് അവൻ്റെ ഹൃദയത്തിലുള്ളതെങ്കിൽ അവനിക്കാനെ രക്ഷപ്പെടാൻ കഴിയുക. അതുപോലെ തന്നെ ഇന്നമായ ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, നാം ചെയ്യുന്ന അമലുകൾ അത് എത്രമാത്രം ഇഖ്ലാസുണ്ട്. നിസ്കാരം നിർവഹിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, അതുപോലെ തന്നെ നോമനുഷ്ഠിക്കുമ്പോൾ, ഹജ്ജും ചെയ്യുമ്പോൾ, സകാത്തും സദഖയും നൽകുമ്പോൾ, ഇതെല്ലാം റബ്ബിൻ്റെ റിള മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണോ ചെയ്യുന്നത്? അതല്ല ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടണമെന്ന ചിന്തയാണോ അവൻ്റെ മനസ്സിലുള്ളത്? ഇതെല്ലാം അള്ളാഹു നോക്കിയിട്ട് നല്ല മനസ്സിൻ്റെ ഉടമകൾക്കാണ് റബ്ബിൻ്റെ മുമ്പ് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമേ അല്ലെന്ന് ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഹൃദയം ശുദ്ധിയാക്കാനുള്ള ആ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം. ധാരാളം ഖുർആൻ ഓതുക വഴി, തൗബകൾ ധാരാളം ചെയ്യുക വഴി, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക വഴി നമ്മുടെ ഹൃദയം അത് ശുദ്ധിയാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ മരണചിന്ത എപ്പോഴും നമുക്ക് വേണം. ഏത് സമയത്തും എപ്പോഴും എവിടെ വെച്ചും മരിക്കാം. ഖബറിൽ ഒറ്റക്കാണ്. മഹ്ശറിൽ റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് വിചാരണ നേടേണ്ടി വരും. സ്വർഗമുണ്ട്, നരകമുണ്ട്, നരകത്തിലെ ശിക്ഷ അത് വലിയ ഗൗരവമുള്ളതാണ്. ഇതെല്ലാം ഈ ഒരു ചിന്തയെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് റബ്ബിനെ ഭയപ്പെട്ട് ആഖിറത്തെ ചിന്തിച്ചുള്ള തഖ്വയുള്ള ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമാകുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.